ഹായ് ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് തെയ്യം കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഞാനിത് എൻ്റെ മുത്തൻ്റെ വീട്ടിലുള്ളത്, അമ്മമ്മ ബാക്കിലുണ്ട്. സംഭവം വാവ ഒറ്റയ്ക്കാണ്. അതുകൊണ്ട് എന്ത് ചെയ്ത് ഞാൻ കുറച്ച് സമയം വാവേനെ ഉറക്കാനും നിന്ന്. പക്ഷെ അവർ ഉറങ്ങിയിട്ടൊന്നുമില്ല. പക്ഷെ ഇനിയും പോകാണ്ട് നിന്ന് കഴിഞ്ഞാൽ ഞാൻ തെയ്യം കാണാനുണ്ടാവില്ല. വേഗം പോയിട്ട് തിരിച്ചു വരാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഞാൻ പോകാൻ പോകുന്നത്. കുറച്ച് ഇരുന്ന് നടക്കാനുണ്ട്. ഞാനിപ്പം വീഡിയോ ഓഫ് ആക്കിയിരുന്ന് അവിടെ എത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കാവിലേക്ക് ഞാൻ നടക്കുകയാണ്. അവിടെ എത്താൻ വേണ്ടിയിട്ട് കുറച്ച് ദൂരം മീൻസ് ഒരു 4 മിനിറ്റ്സ് 3 മിനിറ്റ്സ് അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഒറ്റയ്ക്ക് ഇത്ര ധൈര്യത്തിൽ രാത്രി വരുന്നത്. കുറച്ച് കാടൊക്കെയാണ്, എൻ്റെ നാട് തന്നെയല്ലേ, അതുകൊണ്ട് അത്ര വലിയ പേടിയില്ല. അവിടെ ഇവിടെയും ഉത്സവമായിക്കൊണ്ട് തന്നെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ പോകുമ്പോൾ തന്നെ അവിടെ തുടങ്ങിയിരുന്നു. ഒരു 5-8 തെയ്യം മറ്റുണ്ട്, 5-6 അങ്ങനെ മറ്റുണ്ട്. പക്ഷേ ഇത് 2-3ാമത്തെ തെയ്യമാണ്. കാരണം നമുക്ക് വാവയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ്, ഒന്നും കാണാനൊന്നും സാധിക്കില്ല, അത് വേറെ കാര്യം. അപ്പോൾ ഞാൻ പോകുമ്പോൾ തന്നെ നല്ല ആൾക്കാരുണ്ട്. അതായത് ഈ തെയ്യത്തിന് വേണ്ടിയിട്ടല്ല ഈ ആൾക്കാർ കാണാൻ നിൽക്കുന്നത്, വേറൊരു തെയ്യമുണ്ട്, അത് കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് അത് ഞാൻ ഈ വീഡിയോൻ്റെ നിങ്ങൾ ലാസ്റ്റ് വരെ കാണണം, സ്കിപ്പ് ചെയ്യാണ്ട്, അന്നേരം കാണിച്ചു തരാം. അടിപൊളി തെയ്യമാണത്, പുലിയൂർ കണ്ണൻ. അതിൻ്റെ കാഴ്ച കാണാൻ വളരെ രസമാണ്. അതായത് തമാശയൊക്കെ കൂടിയിട്ടാണ് ആ തെയ്യം അരങ്ങേറുന്നത്, ഭയങ്കര രസമാണ്. അപ്പോൾ ഈ തെയ്യത്തിൻ്റെ പ്രധാന കർമ്മമാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. നമുക്കത് കണ്ടാലോ? അപ്പോൾ ഇതുപോലും കാണാൻ പറ്റുമെന്ന് ഞാൻ ജീവിതത്തിൽ പോലും വിചാരിച്ചില്ല. കാരണം അത് ആ കോമ്പ് ആ തെയ്യം അങ്ങനെ വെട്ടും, അത്രയേ ഉള്ളൂ ഈ തെയ്യത്തിൻ്റെ വെള്ളാട്ടവും കർമ്മവും. അത് കാണാൻ ഞാൻ ആഗ്രഹിച്ചു. അപ്പോൾ അത് കണ്ടു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വേറൊരു ഭാഗമുണ്ട്, അത് കാണാം. തെയ്യം തൈപ്പരത ദേവത അമ്മ എന്നാണ് പറയുക. അപ്പോൾ ഇതിൻ്റെ വള്ളാട്ടാണ്. ഇതിൻ്റെയൊക്കെ തെയ്യം രാവിലെ ഉണ്ട്, അതൊന്നും എനിക്ക് കാണാൻ പറ്റില്ല, വാവയുള്ളത് കൊണ്ട് തന്നെ. വാവയുള്ളത് കൊണ്ട് തന്നെ ഒരു ദോഷമായിട്ടൊന്നുമല്ല ഞാൻ പറയുന്നത്. വാവേനെയും കൂട്ടിയിട്ട് ഇനി പോവാം, നെക്സ്റ്റ് നമുക്ക് പോവാമല്ലോ. അപ്പോൾ ഈ കൊല്ലം ഇങ്ങനെ പോകട്ടെ എന്ന് വെച്ചു. അപ്പോൾ ഇതൊക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ, അതുകൊണ്ടാണ് വീഡിയോ നന്നായി ക്യാപ്ചർ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചത്. അപ്പോൾ നിങ്ങൾക്കും കൂടി കാണാമല്ലോ. അപ്പോൾ ഈ തെയ്യം എന്ന് പറയുന്നത് പിന്നെ എല്ലാ കാവുകളിലും കാണപ്പെടുന്ന തെയ്യമാണ് തൈപ്പര ദേവത അമ്മ എന്നാണ് പറയുക. അപ്പോൾ ഉത്സവം ഈ മാർച്ച് 10-ന് എൻ്റെ ബർത്ത്ഡേ കൂടിയാണ് കേട്ടോ. മാർച്ച് 10 ബർത്ത്ഡേ ബ്ലോഗ് വേറെ വരുന്നുണ്ട്. അപ്പോൾ മാർച്ച് 10-ന് ഞാൻ പിന്നെ അന്ന ദിവസമാണ് എപ്പോൾ ഇവിടെ തെയ്യം ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ ഭാഗ്യം അർഹിക്കുന്നു. അതായത് അപ്പോൾ ഒരിക്കലും എനിക്ക് മുടക്കം വരുത്തിയിട്ടില്ല ഈ തറവാട്ടിൽ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെയൊക്കെ നിന്നിട്ട് പരങ്ങി കളിക്കുമ്പോൾ അനിയനെയും അനിയൻ്റെ ഫ്രണ്ട്സിനെയും ഒക്കെ കണ്ടു. അപ്പോൾ അവർ വിചാരിച്ച് അവരെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അപ്പോൾ വീഡിയോ എടുക്കുന്നത് തീരെ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് അങ്ങനത്തെ കളിയൊക്കെ കളിക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഞാൻ മടങ്ങി. അതായത് വാവ ഒറ്റക്കാണ് എന്നല്ല, ഏച്ചിയുണ്ട്, എന്നാലും നമ്മളാക്കി പോയതല്ലേ. അപ്പോൾ ഞാൻ മടങ്ങി, വാവേനെ കാണാൻ തോന്നി. വീട്ടിലേക്ക് എത്താനായി. വാവേനെ ജസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോവുകയാണ്. അങ്ങനെ സിനിമ കഴിഞ്ഞിട്ട് ഹാഫ് ടൈം പോലെ ഞാൻ വീട്ടിലേക്ക് തിരിച്ചെത്തി ഗൈസ്. തളർന്നു. ഞാൻ ഡോറ് തുറക്കട്ടെ. അമ്മമ്മ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ചിരിച്ചത്. അപ്പോൾ ഞാൻ സേവേൻ്റെ അടുത്തെത്തി. അവനിത് എന്നെ കാത്ത് നിൽക്കുകയെന്ന് ഏച്ചി കരഞ്ഞിട്ട് ഇങ്ങനെ മടിയിലെടുത്ത് പിടിച്ചിട്ടുണ്ട്. അപ്പം സേവിനെ കണ്ടപ്പോൾ കുറച്ച് സന്തോഷമൊക്കെ ആയി. സേവിക്ക് പാൽ കൊടുക്കാൻ വന്നതാണ്. അപ്പം ഇനി പാലൊക്കെ കൊടുത്തിട്ട് ഇനിയും കാണാൻ പോകും. മറ്റേ തെയ്യത്തിന് കണ്ടിട്ടില്ലല്ലോ, അപ്പോൾ നമുക്ക് മറ്റേ തെയ്യത്തിനെ കാണണ്ടേ. ഇതാണ് ഞാൻ പറഞ്ഞ തെയ്യം, പുലിയൂർ കണ്ണൻ. അപ്പോൾ എനിക്ക് അധികമൊന്നും ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. കാരണം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കേട്ടാൽ തിരിയും, മക്കളെല്ലാവരും കൂക്കി വിളിക്കുന്ന കേൾക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഒന്ന് കേട്ടോക്കിയാലോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ തെയ്യം. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ, ഭയങ്കര കൂവൽ ശബ്ദമാണ്. അതായത് മക്കളെല്ലാവരും കൂക്കി തെയ്യത്തിനെ കളിയാക്കുന്നത് പോലെയാണ്. അപ്പോൾ ആ തെയ്യം അതിൻ്റെതായ രീതിയിലുള്ള തമാശകൾ കാണിക്കും. അത് കാണാനാണ് ഈ ആളുകൾ തേച്ചും തടിച്ചു കൂടിയിരിക്കുന്നത്. ഈ സമയം ഒരുപാട് ആൾക്കാരുണ്ടാവും കേട്ടോ, മക്കളടക്കം ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ തെയ്യം കാണാൻ വന്ന ഒരു ചേട്ടന്മാർക്കിടയിൽ ഒരു ചേട്ടൻ്റെ മേത്ത് ഈ തെയ്യം അങ്ങനെ ഹഗ് ചെയ്തു, അതായത് കെട്ടിപ്പുണർന്നു. എന്നിട്ട് ആ ചേട്ടനോട് എടുക്കാൻ വേണ്ടി പറഞ്ഞു. ആ ചേട്ടനെ ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് കുറച്ച് അവിടെ ചുറ്റിലും നിന്ന് 2-3 ചേട്ടന്മാർ കൂടിയിട്ട് ഈ തെയ്യത്തിന് എടുക്കുകയായിരുന്നു.
കാണാൻ നല്ല രസമുണ്ടായിരുന്നു, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കും ആ തെയ്യം എന്നാ നെക്സ്റ്റ് ചെയ്യുക, ആ തെയ്യം എന്നാ നെക്സ്റ്റ് ചെയ്യുക എന്നുള്ള ആ ഒരു ഇതായിരിക്കും. കാരണം അധികം മുന്നിലൊന്നും പോയിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം നമ്മളെയും പിടിച്ച് വലിച്ച് എന്തെങ്കിലും തമാശ കാണിക്കും. ആൾക്കാരുടെ മുന്നിൽ നിന്ന് ഒരു തമാശ രൂപത്തിൽ, അതായത് കുറവാക്കും പോലെ ചെയ്യും. അപ്പോൾ അതിനൊന്നും ഞാൻ നിന്നില്ല, ഞാൻ ബാക്കോട്ട് നിന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഭയങ്കര രസമാണ് ഇതിൻ്റെ കളി കാണാൻ വേണ്ടിയിട്ട്. തെയ്യം കാണാനുള്ള ആളാണ് ഇവിടെയും തടിച്ചു കൂടിയിരിക്കുന്ന ഇത്രയും ആൾക്കാർ. അതായത് പുറമേ ഉള്ള ആൾക്കാരടക്കം ഈ തെയ്യത്തിനെ കാണാൻ വേണ്ടിയിട്ട് വരും. അതായത് നല്ല ഒരു രസമല്ലേ. അപ്പോൾ ഞാൻ അതൊക്കെ കണ്ട് ഹാപ്പിയായി ഞാൻ മടങ്ങി. കാരണം നമുക്ക് വാവയുണ്ടല്ലോ, വാവേനെ നോക്കണ്ടേ. ഏച്ചിക്ക് ഒറ്റക്കാവില്ല, ഏച്ചി പ്രഗ്നൻ്റ് കൂടിയാണ്, അതുകൊണ്ട് തന്നെ ഒറ്റക്ക് ഇട്ടേച്ച് പോകാൻ കഴിയില്ല. നമ്മൾ തിരിച്ചു, അതായത് ഞാൻ പറഞ്ഞില്ലേ 2 മിനിറ്റ്സേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വ്ളോഗ്. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.